In this video, we are going to discuss analytical method for metacentric height. For that purpose, we are considering a floating body which is in equilibrium, whose center of gravity is at this point and whose center of buoyancy is at this point. Okay, so if I give a small tilt to this body, suppose for an angle theta, what happens is this portion, this right hand side portion will go downward, and the right hand side portion, this portion will go upward. So if I redraw it again over here, the original axis, let it be over here itself. After the tilt, after tilt of theta angle, this center of buoyancy will shift to a new point B1, and this plane, see, suppose if I take a position OA like this, after the tilt, what happens, this OA plane will go little bit down. So little bit down means the new position of OA will be over here. Previously it was over here, let that be A dash. So the A dash has moved to A point. Similarly over here, OB dash, it will move to its new position OB. Okay, so at this right side it go downward, at this left side it go upward. അപ്പം ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ബോയൻസിയിലെ കൂടെ നമ്മൾ ഫോഴ്സ് ഓഫ് ബോയൻസി വെർട്ടിക്കലി അപ്വേർഡ് വരക്കുവാണെങ്കിൽ, വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ വരക്കുവാണെങ്കിൽ, ഇതെന്ത് ചെയ്യും, നേരെ കൊണ്ടുപോയി മീറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ നേരെ വെർട്ടിക്കലി വരയ്ക്കുക. അപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ മീറ്റ് ചെയ്യും, ആ പോയിന്റിന്, അതായത് നോർമൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന് നമ്മൾ എം എന്ന് പറയും. അപ്പം ആ മെറ്റാസെൻറ്റർ എം എന്നുള്ള പോയിന്റ് നമ്മൾ മെറ്റാസെൻറ്റർ എന്ന് പറയും. ആ മെറ്റാസെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പം ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കപ്പിൾ എടുക്കും. അതായത് ഈ ഒരു വെഡ്ജ് കണ്ടല്ലോ, എ ഡാഷും ബി ഡാഷും എന്നുള്ള വെഡ്ജ് എടുക്കും. ആ വെഡ്ജിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് യു ടേക്ക് എ ബോഡി ഇൻ എ വാട്ടർ, നമ്മളൊരു വാട്ടറിൻ്റെ അകത്തേക്ക് ഒരു ബോഡി ഇമേഴ്സ് ചെയ്യാണെന്ന് വെച്ചോ, സപ്പോസ് ഇറ്റ് ഹാസ് എ വെയിറ്റ് W, അതിന് ഈക്വൽ ആയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് എന്ത് ഫോഴ്സ് ഉണ്ടാവും, FB ഉണ്ടാവും. ഇഫ് യു ഇൻക്രീസ് ദിസ് വെയിറ്റ്, എന്ത് സംഭവിക്കും, ഈ FB എന്നുള്ള ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ഇഫ് യു ഡിക്രീസ് ദിസ് വെയിറ്റ്, FB കുറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ വെയിറ്റ് താഴോട്ട് കൂടുവാണ്, അതായത് ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്, അവിടെ ഫോഴ്സ് ഓഫ് ബോയൻസി ഇൻക്രീസ് ചെയ്യാണ്. നേരെ മറിച്ച് ഇവിടെയോ വെയിറ്റ് മുകളിലോട്ട്, വെള്ളത്തിന് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫോഴ്സ് ഓഫ് ബോയൻസി ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഒരു സൈഡിൽ ഫോഴ്സ് ഓഫ് ബോയൻസി ഇൻക്രീസ് ചെയ്യുന്നു, മറു സൈഡിൽ എന്താ സംഭവിക്കുന്നത്, ഫോഴ്സ് ഓഫ് ബോയൻസി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് റീട്രേസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നമുക്കിതൊന്ന് നോക്കുക. അതാ ഈ സൈഡിൽ ഇൻക്രീസ് ചെയ്യുന്നു, ഈ സൈഡിൽ ഡിക്രീസ് ചെയ്യുന്നു. സ്മോൾ തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഈക്വൽ ആയിരിക്കും രണ്ട് ഡയറക്ഷനിലും. ഇങ്ങോട്ട് കൂടുകയാണെങ്കിൽ അത്ര തന്നെ എന്തായിരിക്കും, ഇങ്ങോട്ട് കുറയായിരിക്കും. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സസും കൂടി നമുക്ക് എന്ത് പറയാം, ദിസ് ക്രിയേറ്റ്സ് എ കപ്പിൾ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കപ്പിൾ ഡ്യൂ ടു ദിസ് വെഡ്ജ്. അതേപോലെ ഈ സെൻറ്റർ ഓഫ് ബോയൻസി ബിയിൽ നിന്ന് B1ലേക്ക് പോകും. അപ്പം അവിടെയും എന്ത് ചെയ്യും, കപ്പിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, കപ്പിൾ ഡ്യൂ ടു ഷിഫ്റ്റ് ഓഫ് B to B1. അപ്പം ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഈ രണ്ട് മൊമെന്റ്സും, അതായത് ഈ ഒരു കപ്പിൾ കാരണമുള്ള മൊമെന്റും, അതായത് വെഡ്ജിന്റെ കപ്പിൾ കാരണമുള്ള മൊമെന്റും, ഈ B to B1 ഉള്ള ഷിഫ്റ്റിംഗ് കാരണമുള്ള മൊമെന്റും, ആ രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ ഫ്ലോട്ടിംഗ് ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ രണ്ട് മൊമെന്റ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് മൊമെന്റ്സും ഈക്വൽ ആണെങ്കിൽ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാട്ട് ഈസ് GM എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന കപ്പിൾ ഡ്യൂ ടു വെഡ്ജ് കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കും. അതിനുശേഷം മൊമെന്റ് ഡ്യൂ ടു ദി കപ്പിൾ വിച്ച് കോസ്ഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി ഫ്രം B to B1 കണ്ടുപിടിക്കും. ഇതിന്റെ രണ്ടിന്റെ മൊമെന്റ് എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും, GM കണ്ടുപിടിക്കും. അപ്പം നമുക്ക് ആദ്യം കപ്പിൾ ഡ്യൂ ടു വെഡ്ജസ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിന്റെ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ കപ്പിൾ ഡ്യൂ ടു വെഡ്ജസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ എന്താ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെഡ്ജിന്റെ അകത്ത് ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം. ആ സ്ട്രിപ്പിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ DS തിക്നെസ് ആണ്. സ്ട്രിപ്പിന്റെ തിക്നെസ് DX ആണ്. ഓക്കെ, അത് X ഡിസ്റ്റൻസ് എന്നാണ് ഒറിജിനിൽ നിന്ന് X ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അതിന്റെ തിക്നെസ് DX ആണ്. ഓക്കെ, സപ്പോസ് ഇഫ് ഐ റീഡ്രോ ഇറ്റ് ഓവർ ഡൗൺവേർഡ് ഓവർ ഹിയർ, ഇഫ് ഐ എൻലാർജ് ഇറ്റ് ഓവർ ഹിയർ, അപ്പോൾ A O A dash. ഓക്കെ, ഈ
ഇവിടെ നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കണം. ഓക്കെ, ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് dx, ലെങ്ത് എക്സ്. ഈ ആംഗിൾ നമ്മുടെ ടിൽറ്റിൻ്റെ ആംഗിൾ തന്നെ. നമ്മൾ ടിൽറ്റിൻ്റെ ആംഗിൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? തീറ്റ. അപ്പോൾ എത്രമാത്രം ടിൽറ്റ് ചെയ്യുന്ന അത്രമാത്രമാണ് ഈ വെഡ്ജിൻ്റെ ടിൽറ്റിങ്ങും നടക്കുന്നത്, ഈ OA പൊസിഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. സോ ദിസ് ഈസ് തീറ്റ. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ക്യാൻ ഐ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി സ്ട്രിപ്പ്? കണ്ടുപിടിച്ചൂടെ? ഹൈറ്റ് ഓഫ് സ്ട്രിപ്പ് എത്രയായിരിക്കും? ഹൈറ്റ് ഓഫ് സ്ട്രിപ്പ് that will be equal to x into theta. നമുക്ക് ആർക്ക് ലെങ്ത് നോക്കിയാൽ മതി. റേഡിയസും തന്നിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുണ്ട്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് സ്ട്രിപ്പ് കണ്ടുപിടിച്ചൂടെ? അതായത് ഈ ഹൈറ്റും കിട്ടിയിട്ടുണ്ട്, ഈ തിക്നെസ് dx ആണെന്ന് അറിയാം. അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്തായിരിക്കും? x തീറ്റ ഇൻറ്റു dx. x തീറ്റ ഇൻറ്റു dx. സപ്പോസ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബോഡി, സപ്പോസ് ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഫ്രണ്ട് വ്യൂ മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇഫ് ഇറ്റ് ഹാസ് എ ലെങ്ത് ലൈക്ക് ദിസ്, ഓക്കെ, അതിനൊരു ലെങ്ത്തും ഉണ്ട് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സ്ട്രിപ്പ് എത്രയായിരിക്കും? വോളിയം ഓഫ് സ്ട്രിപ്പ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് തീറ്റ ഇൻറ്റു എൽ ഡി എക്സ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കപ്പിൾ ഡ്യൂ ടു വെഡ്ജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ കപ്പിൾ ഞാൻ പറഞ്ഞു, കപ്പിൾ ഒന്ന് താഴോട്ട് കൂടുമ്പോൾ മറ്റേത് മുകളിലോട്ടാണ് അല്ലേ? അപ്പോൾ ഈ കപ്പിൾ ഇത് ഫോഴ്സ് ഓഫ് ബോയൻസി അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഫോഴ്സ് ഓഫ് ബോയൻസി എപ്പോഴും എന്താ? ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദി സ്ട്രിപ്പ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ വെയിറ്റ് ഓഫ് ദി സ്ട്രിപ്പ് കണ്ടുപിടിക്കാം. വെയിറ്റ് ഓഫ് സ്ട്രിപ്പ്. അപ്പോൾ വെയിറ്റ് ഓഫ് സ്ട്രിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ എടുക്കാം. സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു വോളിയം എടുത്തൂടെ? ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, റോ ജി ഇൻറ്റു വോളിയം. സോ മൈ ആൻസർ ബിക്കംസ് റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ്. ഇത് ഈ ഒരു സ്ട്രിപ്പിന്റെ വെയിറ്റ് ആണ്. സിമിലർലി ഇഫ് ഐ ടേക്ക് അനദർ സ്ട്രിപ്പ് ഓവർ ഹിയർ അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഇറ്റ് സെൽഫ്, അതിന്റെ വെയിറ്റും എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും അല്ലേ? അങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്കുള്ള വെയിറ്റ് കിട്ടി. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കുള്ള വെയിറ്റ് കിട്ടി. ഇത് ഒറിജിൻ ആണെന്ന് വെച്ചോ. ഇത് ഒറിജിൻ നിന്ന് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എക്സ് ഡിസ്റ്റൻസിലാണ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എക്സ് ഡിസ്റ്റൻസിൽ. അപ്പോൾ രണ്ട് ഫോഴ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2x ആണ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 2x ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ദി സ്ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റ് ഓഫ് ദി സ്ട്രിപ്പ് കണ്ടുപിടിച്ചൂടെ? മൊമെന്റ് ഓഫ് ദി കപ്പിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആ മൊമെന്റ് ഓഫ് ദി കപ്പിൾ ഒന്ന് കണ്ടുപിടിക്കാം. So that will be equal to weight into distance. So that will be equal to rho g into x theta into L dx into x plus x, അതായത് 2x. Okay. So this will be equal to 2 into rho g into x square theta L dx. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് കപ്പിൾ കിട്ടി. ഇത് ഈ ഒരു സ്ട്രിപ്പിന്റെ മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫോർ ദ എൻറ്റയർ വെഡ്ജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ? ഫോർ ദ എൻറ്റയർ വെഡ്ജ് മീൻസ് moment of couple for the entire wedge. Just integrate it. 2 into rho g into x square theta lx ന് integrate ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇത് ഒന്നാമത്തെ കേസ് കിട്ടി. ഇനി രണ്ടാമത്തെ എന്താ? സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ബി നിന്ന് B1ലേക്ക്. അതിന്റെ മൊമെന്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ മൊമെന്റ് ഡ്യൂ ടു ഷിഫ്റ്റ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി ഫ്രം B to B1 ആണെങ്കിൽ that will be equal to FB into BB1. അപ്പോൾ BB1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ ആ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ് എന്ത്? മൊമെന്റ് ഡ്യൂ ടു ഷിഫ്റ്റ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി. അപ്പം ഇതും സെന്റർ ഓഫ് ബോയൻസിന്റെ മൊമെന്റും പിന്നെ കപ്പിളിന്റെ മൊമെന്റും അത് രണ്ടും ഫ്ലോട്ടിംഗ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഇഫ് ഐ ഇക്വേറ്റ് ഇറ്റ്, ബിഫോർ ഇക്വേറ്റിംഗ് ഐ വിൽ റീറൈറ്റ് ദിസ് ഇക്വേഷൻ അഗെയിൻ. എഫ് ബി ഇൻറ്റു ഈ B1 ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഫിഗർ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. എം ബി B1, ഇത് ആംഗിള് തീറ്റ. അപ്പം ഈ ആംഗിൾ തീറ്റ ആണല്ലോ, കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ടിൽറ്റ് ആംഗിൾ എത്രയാ? തീറ്റയാണ്. അപ്പം ഇഫ് ഐ ടേക്ക് ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു BB1 ബൈ എം ബി ഓർ BB1 ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു എം ബി. അപ്പോൾ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫ് ബി ഇൻറ്റു MB into, see here, instead of tan theta I am replacing it by theta, because for a very small tilt, for a very small value of theta, tan theta will be almost equal to theta itself. അപ്പോൾ നമുക്ക് മൊമെന്റ് ഡ്യൂ ടു ഷിഫ്റ്റ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി കിട്ടി. ഇതും ഒന്നാമത്തെ മൊമെന്റ് ഡ്യൂ ടു കപ്പിൾ ഓഫ് വെഡ്ജും ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ, സോ ഇഫ് ഐ ഇക്വേറ്റ് ബോത്ത് ഓഫ് ദം വി ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് FB into MB into theta. This is equal to integral. See the equation over here.
equation is 2 into rho g into x square theta into L dx. So write it over here, 2 into rho g into x square into theta L dx. So cancel out the similar terms. So theta cancel ചെയ്തു. അപ്പം ബാക്കി വരുന്നത് ഇവിടെ again I am going to make a small change over here. Instead of FB, that is almost equal to W into MB is equal to rho g into integral 2x square L dx ആക്കി മാറ്റുന്നു. Again I am making it as rho g into integral 2x square L dx ന് പകരം ഞാൻ കൊടുക്കുന്നു dA, because L dx length into thickness of strip, that will be equal to area. ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഞാൻ മാറ്റുന്നു rho g into integral 2x square dA. അതിനെ ഞാൻ മാറ്റിയിട്ട് എഴുതുവാണ്, that will be equal to second moment of the area. That will be equal to second moment of the area of plan of the body. അപ്പോൾ integral 2x square dA is equal to second moment of area ആണ്. So rho g into I എന്ന് കൊടുക്കുന്നു. So I can write MB is equal to rho g into I by W. or W പറയുന്ന weight of the body ആണ്. അതുകൊണ്ട് ഒന്ന് എങ്ങനെ മാറ്റാം? rho g into I by rho g into volume. നമ്മൾ നേരത്തെ കണ്ടതാണ്, ദേ ഇവിടെ കണ്ടതാണല്ലേ, weight equal to rho g into volume. അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I by V. So MB is equal to I by V എന്ന് കിട്ടും. ഓക്കെ, സോ അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതാൻ പോവാണ്. MB is equal to I by V. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്? മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ഈക്വൽ ടു MG ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് MB ആണ് അല്ലേ? അപ്പം MB എന്ന് പറയുന്നത് എന്താണ്? MB എന്ന് പറയുന്നത് I can write it as ഇങ്ങനെ എഴുതിക്കൂടെ? MB is equal to MG plus GB എഴുതിക്കൂടെ? അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? MG ആണ് കിട്ടേണ്ടത്. സോ MG is equal to MB minus GB എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പം അത് ഞാൻ ഇവിടെ താഴേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. താഴേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും? സോ I can write it as, നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? MG ആണ്. സോ MG is equal to MB. MBക്ക് പകരം എന്ത് കൊടുക്കാം? I by V. V എന്ന് പറയുന്നത് വോളിയാണ്. സോ വെലോസിറ്റി ആയിട്ട് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. I by V minus GB, where GB is distance between center of gravity and center of buoyancy. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ഇക്വേഷൻ കിട്ടി, I by V minus GB. ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.